രോഗം മൂലം വായ്പാ തിരിച്ചടവ് മുടങ്ങി വീട് ജപ്തിയായതോടെ അന്തിയുറങ്ങാനിടമില്ലാതെ നിസ്സഹായരായി ഒരു കുടുംബം. കാസർഗോഡ് പെരുതടി പട്ടികവർഗ കോളനിയിലെ PM രാജനും മക്കൾക്കുമാണ് കിടപ്പാടം നഷ്ടമായത്. സ്വന്തമായൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ 2013 രാജൻ 10 സെന്റ് ഭൂമി പണയപ്പെടുത്തി 8 ലക്ഷം രൂപ വായ്പയെടുത്തത്. 3 വർഷത്തോളം ഗഡുക്കൾ കൃത്യമായി അടച്ചു. എന്നാൽ ഇതിനിടെ ഭാര്യ ലളിതയ്ക്ക് അർബുദം ബാധിച്ച് ചികിത്സയുമായി ബന്ധപ്പെട്ട യാത്രയ്ക്കും മറ്റുമായി വലിയ തുക ചിലവായി. ഇതോടെ രാജൻ പണിക്കു പോകുന്നതും നിലച്ചു. വരുമാനം നിലച്ചതോടെയാണ് വായ്പാ തിരിച്ചടവ് മുടങ്ങാൻ തുടങ്ങിയത്. നിലവിൽ 13,66,520 രൂപ കുടിശ്ശികയുണ്ട്. 2021 ബാങ്കുകാർ കോടതിയിൽ നിന്ന് ജപ്തി ഉത്തരവ് നേടിയത്. ലീഗൽ സർവീസ് അതോറിറ്റി അധികൃതരുടെ ഇടപെടലിൽ തിരിച്ചടവ് 1 വർഷക്കാലത്തേക്ക് നീട്ടിയെങ്കിലും ഹൃദ്രോഗിയായ രാജന് പണമടക്കാൻ കഴിഞ്ഞില്ല. അതിനിടെ ഭാര്യ മരണപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ മാസം 24 ബാങ്ക് അധികൃതർ വീട് മുദ്ര വെച്ചത്. എൻ്റെ കുട്ടികളിപ്പം സ്കൂൾ എക്സാമാണ്. അത് കഴിഞ്ഞ് വരുമ്പം എവിടെ ഞാൻ താമസിപ്പിക്കുന്നുള്ള സ്ഥിതിയിലാണ്. ഇപ്പം വിഷമത്തിലാണ്. ഭാര്യയുടെ വേർപാട് തന്നെ എനിക്കൊരു ഒരുപാട് മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ കുട്ടികൾക്ക് ഒരു നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാനോ അവരുടെ കാര്യങ്ങൾ നോക്കാനോ ഇവിടെയും ഒരു അതിലില്ലാത്ത അവസ്ഥയായി. ഇപ്പോൾ വീണ്ടും ഒരു ആഘാതം, ഒരു വീടും ഭൂമി പോലും നമുക്ക് ആകാശത്തിന് മുകളിൽ ആകാശം എന്ന സ്ഥിതിയിലാണ് ഭൂമി. എനിക്കവിടെ ചവിട്ടി നിൽക്കാൻ ഒരു ഭൂമി പോലും ഇല്ലാത്ത അവസ്ഥ. ബാങ്കിലെ കടം തീർത്ത് വീടും സ്ഥലവും തിരിച്ചെടുക്കാൻ പട്ടികവർഗ വകുപ്പ് കനിയണമെന്നാണ് രാജന്റെ അപേക്ഷ. അമൃത ന്യൂസ്, കാസർഗോഡ്.